എല്ലാവർക്കും D4 ഇൻഫോ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു നെല്ല് വേർതിരിച്ചെടുക്കുന്ന ഒരു മെഷീനാണ്. അതായത് നെല്ലിലുണ്ടാകുന്ന പതിര്, ചണ്ട് എന്നൊക്കെ പറയുന്നത് വേർതിരിച്ചെടുക്കുന്ന മെഷീനാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് നേരിട്ട് പോകാം. ഈ മെഷീനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷനാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മെഷീനാണ്. ഒരു 100 കിലോന് താഴെ മാത്രം, അതൊരു 70-75 കിലോയോളം വെയിറ്റ് മാത്രമേ ഉള്ളൂ ഈ മെഷീന്. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ്. കർഷകരുടെ ഇഷ്ടപ്രകാരം അവരുടെ ആവശ്യപ്രകാരം ചേർന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ചണ്ട് അല്ലെങ്കിൽ പതിര് മാറ്റി ഇട്ടിരിക്കുകയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ മെഷീൻ്റെ ഘടന എന്താണെന്ന് വെച്ചാൽ ഒരു ടർബൈൻ ഉണ്ട്, അതായത് ഒരു ഫാന് തന്നെയാണ്. ഒരു വലിയൊരു ലീഫ് ഈ HP മോട്ടറിൽ ഫിറ്റ് ചെയ്തിട്ട് ഇത് കറങ്ങുമ്പോൾ ഇതിൻ്റെ കാറ്റിൻ്റെ പ്രഷറിൽ വെയിറ്റുള്ള നെല്ല് താഴോട്ട് വീഴുകയും വെയിറ്റില്ലാത്ത പതിര് തെറിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഈ പതിരിൽ പലതും കുറച്ച് ഹാഫ് റൈപ്പണായിട്ടുള്ള നെല്ലുണ്ടാവും. ആ നെല്ലാണ് നമ്മൾ ഈ ഹോളിലൂടെ തിരിച്ചു വരുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ഫുൾ ഹൾ ആയിട്ടുള്ള, അതായത് പതിര് മൊത്തം ഈ തെറിച്ച് ഇങ്ങോട്ട് കാറ്റത്ത് തെറിച്ച് പോകും. അപ്പോൾ ഇതിൽ നോക്കിയാൽ അറിയാം 2 അറകളുണ്ട്. അതിൽ ഫസ്റ്റത്തെ അറയിൽ നമ്മൾ കൊട്ടുന്ന നെല്ല് വെയിറ്റ് ഉള്ളത് കറക്റ്റായിട്ട് വീഴുന്നു. ഈ ഫാനിൻ്റെ കാറ്റത്ത് വെയിറ്റ് ഇല്ലാത്ത പതിര് അടുത്ത അറയിലോട്ട് പോകുന്നു. അപ്പോൾ ഈ അറ നിറയുന്നതനുസരിച്ച് പതിര് പുറത്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയൊരു സംഭവമാണ്. അപ്പോൾ ഇതിൽ മെയിൻ്റെനൻസ് കോസ്റ്റും ഇല്ലെന്ന് തന്നെ പറയാം. എല്ലാവർക്കും, അതായത് സ്ത്രീകളായിരിക്കും പണി ചെയ്യുക, അവർക്ക് എല്ലാവർക്കും നല്ല സേഫ്റ്റിയാണ്. ഇതിൽ വലിയ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവർക്ക് നല്ല കംഫർട്ടും കോൺഫിഡൻസോടെയും വർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 10-30 ചാക്കുകൾ, അതായത് ഒരു 2 മണിക്കൂർ 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റും. നല്ല ഉഷാറോടെ പണിയെടുക്കാം. അപ്പോൾ ഇതിനാകെ വേണ്ടത് ഒരു 3-4 ടബ്ബ് മാത്രമായിരിക്കും വേണ്ടി വരിക. ഇത് നമ്മളിപ്പോൾ പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം ഈ ചണ്ട്, അതായത് പതിര് എന്ന് പറയുന്നത്, അതിൽ ഹാഫ് റൈപ്പണാണ് ഇവിടെ വീഴുന്നത്. ഇതിലും ചിലതൊക്കെ നെല്ല് കാണാം, പക്ഷെ നെല്ലിൻ്റെ അംശം വളരെ കമ്മിയാണ്. അതായത് നല്ല ക്വാളിറ്റിയുള്ള നെല്ല് ഉണ്ടാവാൻ സാധ്യതയില്ല, കാരണം അത്രയും സക്സസ്ഫുള്ളായ ഒരു മെഷീനാണ് ഇത്. അപ്പോൾ ഇത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഈ മെഷീൻ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യമുള്ളൊരു താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതിയാവും. അതുകൂടാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ അതിനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരുന്നത്. അപ്പോൾ ഇത് പാലക്കാടാണ് ഉള്ളത്. ഇത് ചെയ്തതും പാലക്കാട്ടിലെ കർഷകർ തന്നെയാണ്. അപ്പോൾ അവർ കുറേ നാൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനെ കുറേ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് സക്സസ്ഫുള്ളായ ഒരു വേർഷനാണ് ഇത് ഇപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ തെറിച്ച് പോകുന്ന കാണാം നിങ്ങൾക്ക്. ഇപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് മോഡലാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ കറക്റ്റ് ഇപ്പോൾ ഓരോരോ കൊട്ടയായിട്ട് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പതിരിങ്ങനെ തെറിച്ച് വരുന്ന കാണാം, കണ്ടില്ലേ? അതായത് ഇതിൽ ഒന്നും തന്നെ ഇല്ല. ഇത് നമ്മൾ നെല്ലിലെല്ലാം തന്നെ നമുക്ക് ആവശ്യമുള്ളതാണ്. അതായത് നമുക്ക് ഒന്നല്ലെങ്കിൽ ഒന്ന് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ചണ്ട് ഇങ്ങനെ തെറിച്ച് ഇങ്ങോട്ട് വരുന്നതും വെളിയിലോട്ട് തള്ളിപ്പോകും. അപ്പോൾ ഈ ചണ്ട് നമുക്ക് തവിടായിട്ട് യൂസ് ചെയ്യാം. ഇത് കാലിത്തീറ്റ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നെല്ലിൻ്റെ ഈ ചണ്ട്. അപ്പോൾ ഇതിലൂടെയാണ് ഈ അള്ളറ് എന്നാണ് പറയുന്നത്. നമ്മൾ റൈസ് മില്ലൊക്കെ കാണുന്ന ഒരു പരിപാടി തന്നെയാണ്. അപ്പോൾ ഈ അള്ളറിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ നെല്ല് താഴോട്ട് ഇറങ്ങിപ്പോവും. അപ്പോൾ ഇതിലുള്ള പതിര് മാറിപ്പോവും, നല്ല നെല്ല് കറക്റ്റായി വീഴുകയും ചെയ്യും. ആകെയുള്ളത് ഇതൊരു സ്വിച്ച് മാത്രമാണ്. ഈ കറണ്ടിൽ വർക്ക് ചെയ്യാൻ, ഈ മോട്ടർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച്. അപ്പോൾ ഈ മോട്ടറിൻ്റെ ശക്തിയായ കാറ്റത്താണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. വേറെ ഇതിൽ ഒരു മെക്കാനിസവും പറയാനില്ല. അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിനായിട്ട് ഒരു 3 പണിക്കാർ മതിയാവും. ഒരു 100-150 ചാക്ക് അല്ലെങ്കിൽ 200 ചാക്ക് സ്പീഡിനനുസരിച്ച് നമുക്ക് സുഖമായിട്ട് ഒരു ദിവസം പതിര് തിരിച്ചെടുക്കാം. ഇതുകൊണ്ട് ഒരുപാട് ലാഭമുണ്ട് നമുക്ക്. ഇപ്പോൾ ഈ നെല്ല് ക്വാളിറ്റിയുള്ള നെല്ലാണ് ഇപ്പോഴത്തെ വീണത്. ഇപ്പോൾ കാണാമല്ലോ നിങ്ങൾക്ക്, ഇതിലൊരു പതിര് പോലും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അറിയാൻ പറ്റും എല്ലാം ക്വാളിറ്റി. ഇത് അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം കർഷകർക്കും നല്ലൊരു ഉപകാരപ്രദമായ ഒരു മെഷീൻ തന്നെയാണ്. ഇതിന് ആകെ വില വരുന്നത് ഒരു 23,000 മുതൽ 27,000 രൂപ വരെയാണ് വില വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നമ്മൾ മാക്സിമം ചുരുക്കിയിട്ടുണ്ട്. ഇത് കർഷകർക്ക് മാത്രമുള്ളതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ, ആർക്കെങ്കിലും
വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിലും അതൊന്ന് കമൻറ്റ് ചെയ്താൽ നമ്മൾ ഇവരുടെ കോൺടാക്റ്റ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ തന്നെ ബെല്ലൈക്കൺ കൂടി അത് നോട്ടിഫിക്കേഷൻ ചെയ്ത് അടുത്തുള്ള വീഡിയോസും ഇടുന്നതായിരിക്കും. നമ്മൾ കർഷകരുടെ മാക്സിമം പ്രൊമോട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ചാനൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. നമ്മൾ കൃഷി സംബന്ധമായ കുറേ കാര്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നു. അപ്പോൾ ഈ മെഷീനെ കൊണ്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നത്, ഞാൻ റിപ്ലൈയും തരുന്നതായിരിക്കും. അപ്പോൾ സീ യു ദെൻ, ടേക്ക് കെയർ.